ഇനി തലകുനിച്ച് ഒന്നിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലേ? എന്റെ മോള് തോറ്റു പോകുന്ന ഒരു കാര്യവും ചെയ്യാനും പറ്റില്ലേ? അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരെ എതിർക്കേണ്ടി വന്നാലും അത് ഞാൻ കാര്യമാക്കില്ലേ. എന്റെ മോളുടെ ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെന്തും. നവീന്റെ അവിടെ ബോധം കെട്ട് വീണ സമയത്ത് താങ്ങിയെടുക്കാൻ അവളുടെ കൈകളുണ്ടായി. കൃഷ്ണമോളോട് വ്യക്തമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. നമ്മൾ പറയുന്നതൊന്നും ആ കുട്ടി സമ്മതിച്ചിട്ടില്ല. എന്നാൽ അവള് തന്നെയാണ് നവീന്റെ ഭാര്യ എന്ന് പറയുമ്പോ ആ കുട്ടിയുടെ മുഖത്തിന് തിളക്കമുണ്ടമ്മേ. അത് പിന്നെ ഉണ്ടാവില്ലേ? മറ്റൊരാൾക്ക് വേണ്ടിയാണ് കതിർമണ്ഡപത്തിൽ കയറി നിന്നതെങ്കിലും നവീന്റെ താലി ഏറ്റുവാങ്ങിയത് അവളല്ലേ? കൈ ഓർത്തു പിടിച്ച് വലം വെച്ചതും അവളല്ലേ? എല്ലാ പൂജാദ്രവ്യങ്ങളും അവളുടെ ശിരസിലൂടെയല്ലേ വീണത്? എല്ലാ അനുഗ്രഹങ്ങളും അവക്കല്ലേ കിട്ടിയത്? നന്ദ, ഒരിക്കൽ കൂടി അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്നുള്ളൊരു സൂചന ദൈവം നമുക്ക് തന്നിരിക്കുക. ആ അവസരം കൈവിടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി അമ്മേ. കൃഷ്ണ ഇവിടെ ഉള്ളപ്പോ തന്നെ നമ്മുടെ തീരുമാനമായിട്ട് മുമ്പോട്ട് പോകും. സിത്താര എങ്ങനെ പ്രതികരിച്ചാലും അത് കാര്യമാക്കാൻ പാടില്ല. ഞാനേ അഡ്വക്കേറ്റിനെയും കൊണ്ട് സിത്താരയുടെ വീട്ടിലേക്ക് പോവുക. ഇനിയിപ്പോ ഒന്നിനും കാലതാമസം വരുത്തിയാൽ ശരിയാവില്ല. എന്താ അമ്മയുടെ അഭിപ്രായം? ഇപ്പൊ തന്നെ വൈകിപ്പോയിന്നേ ഞാൻ പറയൂ. എന്തെങ്കിലും കാരണവശാൽ നടന്നതൊക്കെ നവീൻ തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരു തിരുത്താവാം എന്ന് കരുതിയ അതിലൊരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ ഇന്ന് തന്നെ പോയി വ്യക്തമായ തീരുമാനം ഉണ്ടാക്കാം. കൃഷ്ണമോളുടെ വരവ് വെറുതെയല്ല. നാളുകൾ എത്രയായി നമ്മൾ ആ നല്ല നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കൃഷ്ണമോളുടെ മനസ്സും അതനുസരിച്ചൊന്ന് മാറ്റിത്തരട്ടെ ദൈവം. ഇനി ഒരിക്കലും അങ്ങോട്ട് പോവില്ലെന്ന് ശപഥം ചെയ്തത് എന്റെ മോള്. അങ്ങനെയുള്ള ശബ്ദമൊന്നും നടക്കില്ല തങ്കം. ദൈവം ഒരു വര വരച്ചിട്ട് അതിലെ നടക്കാൻ പറഞ്ഞ നമ്മൾ നടന്നല്ലേ പറ്റൂ. ഇപ്പൊ ദൈവം കൃഷ്ണനോട് പറഞ്ഞിരിക്കുന്നതേ പോയി ഭർത്താവിനോടൊപ്പം ജീവിക്കാനാ. കാലം എത്ര കടന്നുപോയാലും ഒടുവിൽ അതുതന്നെയല്ലേ തങ്കേച്ചി സംഭവിക്കേണ്ടത്? അതെ. എന്തേ തങ്കേച്ചിക്ക് ആഗ്രഹമില്ല അവരെ ഒരുമിക്കണമെന്ന്? എല്ലാവർക്കും ഉണ്ട്. കൂടെ കൂടെ നിഷേധിച്ച് പറയുമെങ്കിലും കൃഷ്ണയുടെ മനസ്സിൽ പിന്നെന്താ? നിങ്ങൾ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. പക്ഷേ അർഹത മാത്രം പോരല്ലോ, സാഹചര്യം കൂടി വേണ്ടേ? അങ്ങനെ ഒരു സാഹചര്യമാണ് ഇതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കളരിക്കൽ കുടുംബക്കാര് ഗാഥയുമായിട്ടുള്ള നവീനിന്റെ ബന്ധം വേർപെടുത്തണമെന്ന് ഉറപ്പിച്ചിരിക്കാം. കൃഷ്ണയും ഗാഥയും രണ്ടുപേരുണ്ടെന്നുള്ള കാര്യത്തില് ഒരുവിധം എല്ലാവർക്കും ഉറപ്പുണ്ട്. ഇനിയിപ്പതേ ഒരുറച്ച നിലപാടെടുക്കേണ്ടത് തങ്കം കൃഷ്ണയ്ക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട്. തങ്കം അവളെ സ്നേഹിക്കുന്ന പോലെ വേറൊരു അമ്മയും ചിലപ്പോ അവളെ സ്നേഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ സ്നേഹം മാത്രമല്ല, അവളുടെ അവകാശങ്ങളും കൂടി സംരക്ഷിച്ചു കൊടുക്കാൻ തങ്കത്തിന് പറ്റണം. അവൾക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥലത്തെ അവൾക്ക് പകരം തങ്കേച്ചി തന്നെ സംസാരിക്കണം. വേറെ ആരെ അവള് നിഷേധിച്ചാലും തങ്കേച്ചിയെ നിഷേധിക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. ഇത് മതി, ഇവിടുന്ന് അങ്ങോട്ട് ഇതാണ് എന്റെ തീരുമാനമെന്ന് തങ്കേച്ചി പറഞ്ഞ അവൾ അത് അനുസരിക്കും. എന്താ ഗോപാലേട്ടാ? അതെ സുനന്ദേ. ഇതിങ്ങനെ കാലങ്ങളോളം തുടർന്നു പോയാ പോരല്ലോ. ഒരവസാനം വേണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മുന്നിട്ടിറങ്ങണം. അമ്മ, ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. കൃഷ്ണയ്ക്ക് വേണ്ടി അമ്മ സംസാരിക്കണം. അമ്മ തീരുമാനം എടുക്കണം.
ഇനി തലകുനിച്ച് ഒന്നിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലേ? എന്റെ മോള് തോറ്റു പോകുന്ന ഒരു കാര്യവും ചെയ്യാനും പറ്റില്ലേ? അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരെ എതിർക്കേണ്ടി വന്നാലും അത് ഞാൻ കാര്യമാക്കില്ലേ? എന്റെ മോളുടെ ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെന്തും. ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ മാം. മാം തെരഞ്ഞു ചെന്നിട്ട് പോലും വരില്ലെന്ന് പറഞ്ഞ കൃഷ്ണ ഇപ്പതാ കളരിക്കലെത്തി. നവീന് സുഖമില്ലാതായെന്ന് സുമിത്ര എന്നെ വിളിച്ചു പറഞ്ഞത്. കാഥമോളുടെ വേഷത്തിൽ കൃഷ്ണ അവിടെയുണ്ടെന്ന് അപ്പോഴേ ഞാൻ അറിഞ്ഞത്. എന്നാലും തൽക്കാലം മാം ആഗ്രഹിച്ചത് നടന്നല്ലോ. സിത്താരയുണ്ടോ സിനി? ഉണ്ട്, വരൂ വരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഇരിക്കും. ഇത് ഞങ്ങളുടെ അഡ്വക്കറ്റാ. സിത്താര ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എനിക്ക് ഗാഥമോളോടൊന്ന് സംസാരിക്കണം. അയ്യോ, ഗാഥമോൾ ഇവിടെ ഇല്ല. അവള് കളരിക്കലുണ്ടല്ലോ. കളരിക്കലിൽ ആ രൂപത്തിൽ ഇപ്പോഴൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് ഗാഥ എന്നല്ല, കൃഷ്ണ എന്ന. എനിക്ക് കാണേണ്ടത് യഥാർത്ഥ ഗാഥയാ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? സിത്താര, കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം അറിയാം. ഇനിയൊരു ഒളിച്ചുകളിക്ക് സിത്താര ശ്രമിക്കണ്ട. അതെ മേഡം, നിങ്ങൾ കാണിച്ച ആൾമാറാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഒരാളെയല്ല, ഒരു കുടുംബത്തിനെയാ. അതും വിവാഹം പോലെ പവിത്രമായ ഒരു ചടങ്ങിനെയാ ആൾമാറാട്ടത്തിലൂടെ നിങ്ങൾ അപമാനിച്ചത്. കേസ് പരിഗണിക്കപ്പെട്ട അമ്മയ്ക്കും മകൾക്കും ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്.